എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ലിസി ഹോസ്പിറ്റൽ. ഈ ആശുപത്രിയെക്കുറിച്ച് പരാതികളുടെ ഭണ്ഡാരമാണ് വിശ്വാസികളുടെ പക്കലുള്ളത്. ഭാരതത്തിലെ കത്തോലിക്ക രൂപതകളുടെ കീഴിൽ വരുന്ന അഥവാ കത്തോലിക്ക സഭാ മാനേജ്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള വലിയ ആശുപത്രി തന്നെയാണ് ലിസി ഹോസ്പിറ്റൽ. എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തിച്ചിരുന്ന മറ്റൊരു ആശുപത്രി കൂടി വിലയ്ക്ക് വാങ്ങിയതോടുകൂടി ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രി കെട്ടിട സമുച്ചയവും ഇപ്പോൾ ലിസിക്ക് സ്വന്തമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക സമിതി ഒറ്റക്കെട്ടിന്റെ സ്വകാര്യ അഹങ്കാരവുമാണ് ലിസി ഹോസ്പിറ്റൽ. ഒരു വ്യാവസായിക നഗരമായ കൊച്ചിയുടെ ഭാഗമാണ് എറണാകുളം അങ്കമാലി അതിരൂപത. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വലിയ വ്യാവസായിക നഗരത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വിലപിടിപ്പുള്ളതെല്ലാം എറണാകുളത്തിന് സ്വന്തമാണ്. അത് സീറോ മലബാർ സഭയുടെ സ്വകാര്യ അഹങ്കാരവുമാണ്. കഴിഞ്ഞ ദിവസം രാജിവെച്ച ഫാദർ വട്ടോളി രാജിക്കത്തിൽ സൂചിപ്പിച്ചത് മനസ്സിലാക്കുന്നത് ലിസി ഹോസ്പിറ്റൽ കേരളത്തിലെ പുട്ടപർത്തിയാക്കുമോ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ലിസി ഹോസ്പിറ്റലിനെ ചൂണ്ടി പുട്ടപർത്തിയെ കാണിച്ച് വട്ടോളി വെല്ലുവിളിക്കുന്നത്? കേരളത്തിൽ നിരവധി ഹൃദ്രോഗ രോഗികൾക്ക് ആശ്രയം പകരുന്ന സ്ഥാപനമാണ് ലിസി ഹോസ്പിറ്റൽ. കേരളത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ മുതൽ ഇതിനോടകം നിരവധി ഹൃദയമാറ്റൽ ശസ്ത്രക്രിയകൾ നടത്തിയ ഹോസ്പിറ്റൽ എന്നുള്ള നിലയ്ക്ക് ഹൃദ്രോഗ രംഗത്ത് സമാനതകളില്ലാത്ത സേവനം പങ്കുവയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ലിസി ഹോസ്പിറ്റൽ ഉയർന്നു നിൽക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുതിയതായി വാങ്ങിയ ആശുപത്രി കെട്ടിടത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണികൾക്ക് വേണ്ടി മാത്രം തന്നെ ഏതാണ്ട് 100 കോടിയിൽ കൂടുതൽ രൂപ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആന്ധ്രയിലുള്ള ഏതോ വലിയ ആശുപത്രിയിൽ നിന്നോ അതോ ആന്ധ്രാക്കാരനായ ഏതോ ഇടനിലക്കാരൻ മുഖേനയോ മറ്റൊരു ആശുപത്രിയിൽ ഉപയോഗിച്ച് പഴകിയ ഉപകരണങ്ങൾ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് ഉപകരണങ്ങൾ പുതിയതാക്കി പൂശി വാങ്ങി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ലിസി ഹോസ്പിറ്റൽ എറണാകുളം അൽമായ മുന്നേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക തൊഴിലാളികളുടെ മാഫിയ നിയന്ത്രിക്കുന്ന ഒരു വെള്ളാനയാണ് എന്നുള്ള തിരിച്ചറിവിലാണ് ഫാദർ വട്ടോളി സഭയെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്ന രാജിക്കത്തിൽ നമ്മുടെ ലിസി ഹോസ്പിറ്റൽ എന്ന് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത്. ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചിട്ടുള്ള ഫാദർ വട്ടോളിയുടെ ബോധ്യത്തിൽ നിന്നാണ് ഇത്തരം ഒരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. തൻ്റെ കയ്യിൽ 350 രൂപ മാത്രമേ പേഴ്സിലുള്ളൂ എന്നും തൻ്റെ സഹവൈദികരിൽ പലരിൽ നിന്നും കടം വാങ്ങിയ 42,000 രൂപ കടബാധ്യതയുണ്ട് എന്നും പറഞ്ഞു വെക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില വൈദികരെങ്കിലും സാമ്പത്തിക സമാഹരണ മാഫിയയുടെ ഭാഗമാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഫാദർ വട്ടോളി. സുതാര്യയുടെ അപ്പസ്തോലന്മാരായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒറ്റക്കെട്ട് വൈദിക സമിതിയും അൽമായ മുന്നേറ്റ തൊഴിലാളികളും ഫാദർ വട്ടോളിയുടെ സഹപാഠിയുടെ കാലഘട്ടത്തിൽ ലിസി ഹോസ്പിറ്റൽ പുട്ടപർത്തി മാതൃകയിൽ തുറന്നിടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഫാദർ വട്ടോളിയെ മുൻനിർത്തി സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുവാൻ അഥവാ ഫാദർ വട്ടോളി എങ്ങനെയാണോ സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക ഒറ്റപ്പെട്ട അൽമായ മുന്നേറ്റ തൊഴിലാളികളെ ഉപയോഗിച്ചത്, അതിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കെണിയായി മാറിയിരിക്കുകയാണ്.